ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ യഥാസമയം തടസ്സങ്ങളില്ലാതെ നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ NDA കാൻഡിഡേറ്റുകൾ ജയിച്ചു വരേണ്ട അത്യാവശ്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തന്നെയാണ്. ഇത്രയും വലിയൊരു ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഒരാൾ, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾ, മുൻ മന്ത്രിയായിരുന്ന ഒരാൾ, രാജ്യത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്ന രാജ്യസ്നേഹിയായ ഒരു നേതാവ്, ഇത്രത്തോളം ലാളിത്യമാർന്നൊരു നേതാവ്. നമ്മളെല്ലാവരും വിചാരിച്ചു, എല്ലാവരും പറഞ്ഞത് വലിയൊരു കോർപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ അദാനി, അംബാനി അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി ഈ കണക്കിന് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടാണ് അവരുടെ ആളുകളോടുള്ള ഇടപെടൽ. അതേ വെറുതെ പറഞ്ഞതല്ല, മുണ്ട് ഉടുക്കാനും മുണ്ട് മടക്കി കുത്താനും അറിയാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, തനി മലയാളിയായിട്ട്. ഞാൻ മലയാളത്തിൻ്റെ ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലാതെ കേരളത്തിനെ നയിക്കാൻ എന്തുകൊണ്ടും പ്രാപ്തിയുള്ള ഒരാൾ തന്നെയാണ്, പ്രത്യേകിച്ച് നിയമമണ്ഡലത്തിൽ. നമ്മോടൊപ്പം ഉള്ളത് സോഷ്യൽ ആക്ടിവിസ്റ്റും നടിയുമൊക്കെ ആയ സോണിയ മൽഹാറാണ്. എനിക്ക് തോന്നുന്നു BJP സർക്കാർ എന്ന് പറയുമ്പം നാരീശക്തിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയാണ്. മാത്രമല്ല കേന്ദ്രത്തിൽ ഇപ്പം ഒരു വനിതാ മുഖ്യമന്ത്രിയുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഈ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് എത്രത്തോളം ഒരു പ്രതീക്ഷയാണ് കൊടുക്കാൻ സാധിക്കുന്നത്? സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ് നിയമമണ്ഡലത്തിൽ രാജീവ് സാറിനെ പോലെ ഒരാളെ നമുക്ക് മോദിജിയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇവിടെ കാൻഡിഡേറ്റായിട്ട് സെലക്ട് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു ഭാഗ്യം ചെയ്ത മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യുവാക്കൾക്ക് ഏറ്റവും വലിയൊരു അവസരമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ യഥാസമയം തടസ്സങ്ങളില്ലാതെ നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ NDA കാൻഡിഡേറ്റുകൾ ജയിച്ചു വരേണ്ട അത്യാവശ്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തന്നെയാണ്. ഇത്രയും വലിയൊരു ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഒരാൾ, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾ, മുൻ മന്ത്രിയായിരുന്ന ഒരാൾ, രാജ്യത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്ന രാജ്യസ്നേഹിയായ ഒരു നേതാവ്, ഇത്രത്തോളം ലാളിത്യമാർന്നൊരു നേതാവ്. നമ്മളെല്ലാവരും വിചാരിച്ചു, എല്ലാവരും പറഞ്ഞത് വലിയൊരു കോർപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ അദാനി, അംബാനി അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി ഈ കണക്കിന് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടാണ് അവരുടെ ആളുകളോടുള്ള ഇടപെടൽ. അതൊന്നും ഒരു വോട്ടിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളല്ല എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതായത് പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാധാരണക്കാരനായ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റും. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, മുണ്ട് ഉടുക്കാനും മുണ്ട് മടക്കി കുത്താനും അറിയാമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, തനി മലയാളിയായിട്ട്. ഞാൻ മലയാളത്തിൻ്റെ ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലാതെ കേരളത്തിനെ നയിക്കാൻ എന്തുകൊണ്ടും പ്രാപ്തിയുള്ള ഒരാൾ തന്നെയാണ്, പ്രത്യേകിച്ച് നിയമമണ്ഡലത്തിൽ. മാത്രമല്ല ഇപ്പം സ്ത്രീകൾക്ക് പൊതുവേ പല പാർട്ടിയിൽ ഇപ്പം ഇടതായാലും വലതായാലും ഒരു ബഹുമാനമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുക്കുന്നില്ല. എന്നാൽ BJPയിൽ അത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം, ഇടതും വലതും മാറി മാറി മാങ്കൂട്ടമാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഓരോ പെൺകുട്ടികളും ഓരോ ദിവസം വന്ന് വളരെ വലിയ എന്താ പറയുന്ന അവർക്ക് കിട്ടാത്ത ഒരു സെക്യൂരിറ്റി അതിവിടെ ഉണ്ടെന്നുള്ളതാണ്. മറ്റു പാർട്ടികളിലൊക്കെ ഓരോ ദിവസം പൊങ്ങി വരുന്നത് വളരെ വളരെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ അപമാനം കൊണ്ട് തലകുനിക്കുന്ന ഒരു നിലയിലേക്കാണ്. സാധാരണ ഒരു MLA ഓഫീസിലൊക്കെ ഒരു സ്ത്രീ കടന്നു ചെല്ലുക എന്ന് പറയുന്നത് അവർ അത്രത്തോളം ധൈര്യത്തിലാണ്. ആ ഒരാളാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നാൽ എപ്പോഴും തുറന്നു കിടക്കേണ്ട ഒരു വാതിലാണ്. അവിടെ വേറൊരു കണ്ണോടെ ഒരു സ്ത്രീയെയും, പ്രത്യേകിച്ച് യുവതികളായിട്ടുള്ള ആളുകളൊക്കെ പേടിക്കാതെ കടന്നു ചെല്ലുന്ന ഒരിടം ആകണം ഒരു MLAയുടെ ഓഫീസ്. അപ്പോൾ കേരളത്തിന് തന്നെ അപമാനമായിട്ട് ഇടതിലും വലതിലും അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സംഘപരിവാർ പ്രസ്ഥാനം നയിക്കുന്ന അല്ലെങ്കിൽ RSSുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ BJP NDAയുടെ ഓരോ ജനങ്ങളും സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള മറ്റു ചെറിയ അപകടങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ 99% സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടി തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ നിയമത്തെ എന്ന് പറയാൻ പറ്റില്ല, ഈ കേരളത്തിലെ മൊത്തം സ്ത്രീകൾക്കും ഒരു കവചമായി തന്നെ നിൽക്കുമെന്ന്. ഉറപ്പായിട്ടും നമ്മളൊക്കെ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലുമാണ്. ബിക്കോസ് അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിക്കണം. ഞാനിപ്പോൾ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ലീവ് ആക്കിയിട്ട് സാറിന് വേണ്ടിയിട്ട് വന്നിരിക്കും. ബിക്കോസ് നമ്മളെ നാട്ടിൽ ഞാൻ നിയമമണ്ഡലത്തിൽ ആണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായൊരു നിമിഷമാണ്. അദ്ദേഹം ജയിക്കണം എന്നുള്ള 100% ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലുമാണ് നമ്മളെല്ലാവരും. അത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഒരു പ്രത്യേക കാഴ്ചപ്പാട്. എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ നമ്മളൊരു വർഗീയ പാർട്ടിയായിട്ട് മാറ്റി നിർത്തിയൊരു സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, പെർഫോമൻസ് ഓഫ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. വികസിത ഭാരതത്തിനൊപ്പം നിൽക്കാൻ വികസിത കേരളത്തിനും ആവണം. വികസിത കേരളം സാധ്യമാകണമെങ്കിൽ കേരളത്തെ കട്ടുകൊണ്ട് പോകുന്ന ആളുകൾ വന്നിട്ട് കാര്യമില്ല.
നമ്മളുടെ ആചാരങ്ങളെ അവർ ലംഘിക്കുന്നു, നമ്മളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു, നമ്മളുടെ കുട്ടികളെ അവർ ചതിക്കുന്നു. പഠിച്ച് റാങ്ക് നേടിയ പോലീസിൽ ജോലി നേടിയ കുട്ടികളുണ്ട്, നഴ്സിംഗിൽ പഠിച്ച് ജോലി, ഒരാൾക്ക് നിയമനം കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. എല്ലാ റോഡിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മളൊക്കെ കണ്ടതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി സർക്കാരിൻ്റെ 2 കാലഘട്ടത്തിലും ആളുകൾ റോഡിൽ മുട്ടിലഴയുന്നു, തലമുടി വെട്ടുന്നു, പ്രതിഷേധമായിട്ട്. ഇനി കാണാത്ത ഒന്നുമില്ല. അതായത് പഠിച്ച് റാങ്ക് നേടിയിട്ട് അവനെന്താണ് അപ്പം അങ്ങനെ. എന്നിട്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മളെ മക്കളെയൊക്കെ അന്യരാജ്യത്തോട്ട് ഇല്ലാത്ത പൈസ കൊടുത്ത് കടം വാങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവസരം, ഇവിടെ തൊഴിൽ ചെയ്യാനുള്ള അവസരം, അത് കൃത്യമായിട്ടും മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോടൊപ്പമാണ് രാജീവ് ജി ജയിച്ച് വന്നാൽ നമ്മുടെ നിയമമണ്ഡലം മാത്രമല്ല കേരളം സുരക്ഷിതമായിരിക്കും എന്നുള്ള 100%, 100% നമ്മൾ മാർക്ക് ചെയ്യുന്നു. അത് നിയമമണ്ഡലത്തിലെ ഓരോ ജനങ്ങളും ഇപ്രാവശ്യം അത് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കും. പക്ഷേ ഈ സമയം ഇടതും വലതും ഒന്ന് ചിന്തിച്ച് മാറി നിൽക്കാതെ നമ്മുടെ നാടിന്, നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ നാടിന് ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരൊറ്റ വോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പം പോളിംഗ് ബൂത്തിൽ പോകുമ്പം അവരുടെ മനസ്സിൽ നാടിൻ്റെ നന്മയാണ് ഓർക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും താമരയ്ക്ക്, പ്രത്യേകിച്ച് നിയമമണ്ഡലത്തിൽ രാജീവ് ജിക്ക് തന്നെ വോട്ട് ചെയ്യും. അതോടൊപ്പം കേരളത്തിലെ മുഴുവൻ NDA സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു എളിയ റിക്വസ്റ്റ്. ബിക്കോസ് ഭരണമാറ്റം വന്നാലാണ് ഇതൊക്കെ സാധ്യമാവും. ഒരു MLA 2 MLA കൊണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ നമ്മൾക്ക് നിയമസഭയിലേക്ക് അങ്ങനെ ഒരു അവസരം വന്നാൽ, ഉറപ്പായിട്ടും നിയമസഭയിലേക്ക് അങ്ങനെ ഒരു അവസരം വന്നാൽ കേരളത്തിൽ ശക്തമായ മാറ്റമുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടതൊന്നുമല്ല, ഇനി കാണാൻ പോകുന്നതാണ് ചരിത്രം. അതിന് 70 വർഷക്കാലം നമ്മളെ ഭരിച്ചു മുടിച്ച ഇടതിനും വലതിനും ഒരു മറുപടി എന്നോണം NDA മുന്നോട്ട് വന്നാൽ, NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അത് നമ്മുടെയൊക്കെ നാടിന് ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനമായിരിക്കും. കാരണം നമ്മൾ ഇതുവരെ കണ്ട അഴിമതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാടിൻ്റെ വികസനങ്ങൾക്ക്, നമ്മുടെ യുവതികൾക്ക്, യുവാക്കൾക്ക്, SC/ST നമ്മൾ ഒഴിവാക്കപ്പെട്ട അരികുവൽക്കരിച്ച എല്ലാ മനുഷ്യരോടൊപ്പമായിരിക്കും നമ്മളുടെ NDA സർക്കാരുള്ളത്. അപ്പോൾ കേരളത്തിൽ ഭരണമാറ്റം കൂടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും രാജീവ് ജിക്കൊപ്പം മറ്റുള്ള കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കർമ്മ ന്യൂസിനോടൊപ്പം അങ്ങനെ ഒരു അഭ്യർത്ഥന വെക്കുവാണ് മുന്നോട്ട്. താങ്ക് യു. അതെന്തുകൊണ്ടാണ് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു അഭ്യർത്ഥന വെക്കാൻ കാരണം? അഭ്യർത്ഥന വെക്കാന്ന് വെച്ചാൽ നാടിന് നന്മ, ഇപ്പോൾ ചാനലുകളായാലും പല മോട്ടീവിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നമ്മളുടെ നാടിൻ്റെ വികസനമാണ് മുന്നിൽ കാണുന്നതെങ്കിൽ, നമ്മുടെ നാടിനെ അത്രത്തോളം സ്നേഹിക്കുന്നതാണെങ്കിൽ എല്ലാവരും അത് പ്രൊമോട്ട് ചെയ്യും. നമ്മളെപ്പോഴും അഴിമതി കഥകളും നമ്മളിവിടുത്തെ നിരന്തരമായിട്ടുള്ള അപജയങ്ങളാണ് ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളത്. നല്ലതെന്ന് പറയാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതും എന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ വീട് കൊടുക്കുന്നത് അത് കേന്ദ്രത്തിൻ്റെയാണ്. അതേപോലെ എഡ്യൂക്കേഷൻ പദ്ധതികൾ, നല്ല റോഡുകൾ, വന്ദേ ഭാരതമുള്ള ട്രെയിനുകൾ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും മോദി സർക്കാർ കൊടുത്തതാണ്, അല്ലാതെ ഇവിടുന്ന് ആരും കൊണ്ടുവന്നതല്ല. എന്നിട്ട് തന്നെ അവിടുന്ന് കൊടുക്കുന്ന പകുതിയും അടിച്ചു മാറ്റി പിന്നെ നമ്മൾക്കാണ്, അതായത് കേന്ദ്രത്തിൽ നിന്ന് നമ്മളൊക്കെ പോലെ കുറേ ആളുകൾ, ഇപ്പോൾ TV ന്യൂസൊന്നും കാണാത്ത ആളുകൾ, അല്ലെങ്കിൽ ലൈവായിട്ട് ഇതൊന്നും പരിശോധിച്ചറിയാൻ പറ്റാത്ത പൊതുജനം എന്താ വിചാരിക്കുന്നത്? കേന്ദ്ര സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ കണക്കുകളൊക്കെ ചോദിച്ച് ഇപ്പോൾ തന്നെ ഇന്ന് ശിവൻകുട്ടി സാറിനെ രാജീവ് സാറ് ഇന്നലെയോ വെല്ലുവിളിച്ചിരിക്കുകയാണ് നേരിട്ട് ഞാൻ അതാണ് ചോദിക്കാൻ വരുമായിരുന്നു. ധൈര്യം എന്തുകൊണ്ടാണ്? അത് രാജീവ് സാറിനുള്ള ധൈര്യമാണ്. അത് മോദി സർക്കാർ കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. ബിക്കോസ് മോദിജിക്ക് കേരളവും ആസാമും ജമ്മുവും എല്ലാം ഒരുപോലെയാണ്, ത്രിപുരയൊക്കെ. നമ്മളാണ് അതിനെ ഡിവൈഡ് ചെയ്ത് കാണുന്നത്. കേന്ദ്ര സർക്കാരിന് എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉള്ള കുറച്ച് ആളുകൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നു, നമുക്ക് തരുന്നില്ല. അപ്പോൾ നമുക്ക് തന്നതെവിടെ, അതെന്ത് ചെയ്തു, അതിൻ്റെ കണക്ക് ചോദിച്ചാൽ ഇല്ല. കേന്ദ്ര സർക്കാരിന് ഒരു പ്രത്യേക, എല്ലാത്തിനും അതിൻ്റേതായ നിബന്ധനകളും നിയമങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ബജറ്റ് എങ്ങനെ പാസ്സാക്കി എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാനില്ലാതെ എന്തെങ്കിലും പറഞ്ഞടച്ചിട്ട് കാര്യമില്ല. ഇവരിൽ എത്ര ആളുകൾ തയ്യാറാവും നേരിട്ട് സംവാദത്തിന് വിളിച്ചാൽ? കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾ വരാൻ തയ്യാറാണ്, ഇവർ തയ്യാറാവുമോ? എല്ലാ മിനിസ്റ്റർമാരെയും വിളിക്കണം, ഒരാളെ മാത്രമല്ല. എഡ്യൂക്കേഷനല്ല, റോഡ്, ട്രാൻസ്പോർട്ട്. ഇങ്ങനെ ഒരു സംവാദത്തിന് വിളിച്ചത് വഴി അദ്ദേഹത്തിന്റെ അടിത്തറ ഇളകി തുടങ്ങി എന്നതിന്റെ ഒരു സൂചന. അതെ, ഉറപ്പായിട്ട്. അതായത് അദ്ദേഹത്തിന് അത്രത്തോളം, അദ്ദേഹം കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് രാജീവ് ജിക്ക് മോദിജിയായിട്ട് അറിയാലോ. 1-to-1 കണക്ഷനുള്ള മനുഷ്യനാണ്. നമ്മളെപ്പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട അദ്ദേഹത്തിന്. രാജീവ് ജിക്ക് അറിയാം കേന്ദ്രത്തിൽ എന്താ നടക്കുന്നത്, കേരളത്തിൽ എന്താ നടക്കുന്നതെന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. അത് നമ്മുടെ നാടിനെ ഗുണപ്പെടുത്താനാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്സിൽ നിന്ന് പൈസ വേണോ? വേണ്ട. രാജീവ് ജി കോടീശ്വരനാണ്. അദ്ദേഹത്തിന് ഇനി നമ്മുടെ ആരുടെയും കാശ് വേണ്ട, നമ്മളെ കട്ടുമുടിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ നമ്മളെ നന്നാക്കാൻ വന്ന ഒരു മനുഷ്യന് കൃത്യമായ കണക്കുകളുണ്ട്.
അത് എല്ലാ തരത്തിലും കണക്കുകളുണ്ട്. അത് മുന്നോട്ട് വന്ന് ഒരു സംവാദം നടത്താൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തി മുന്നോട്ട് വന്നാൽ അപ്പോൾ കാണാം. പബ്ലിക്കായിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യണമല്ലോ, മുന്നോട്ട് വരട്ടെ, അപ്പോൾ കാണാമല്ലോ.